സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദ് എഴുതിയ നോവൽ അധീന. അവതരണം സിന്ധു അശോക്. റീമയുടെ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു വന്ന് പ്രകാശൻ വിളിച്ചു. റീമയും അമ്മ ലിസമ്മയും അകത്തുണ്ടായിരുന്നു. എന്താ പ്രകാശേട്ടാ? റീമ പുറത്തേക്ക് വന്ന് വരാന്തയിൽ നിന്നു. ഉടലിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഇളം പച്ച ചുരിദാറിൽ റീമ അതീവ സുന്ദരിയായിരുന്നു. സത്യം പറയണം റീമേ, ഇന്നലെ രാത്രി എന്താണ് നടന്നത്? പ്രകാശൻ ചോദിച്ചു. പത്രത്തിൽ പ്രകാശേട്ടൻ വായിച്ചില്ലേ? പത്രത്തിൽ പലതും വായിക്കും. പ്രകാശന് അരിശം വന്നു. എനിക്കറിയേണ്ടത് നടന്ന കാര്യമാ. നടന്ന കാര്യം തന്നെയാ പത്രത്തിൽ കണ്ടത്. റീമേ, നീ എന്റെ തനിനിറ എടുപ്പിക്കല്ലേ? പ്രകാശൻ ശബ്ദമുയർത്തി. രമണേട്ടൻ നിനക്ക് ഡ്രൈവറായി വന്നത് അങ്ങേരുടെ തൽക്കാലത്തെ ഗതികേടുകൊണ്ടാണ്. അല്ലാതെ നീ പറയുന്ന തരക്കാരനല്ല അയാൾ. വർഷങ്ങളായിട്ട് അതെനിക്കറിയാം. റീമ മിണ്ടിയില്ല. പ്രകാശനെ പിണക്കുന്നത് അപകടമാണെന്ന് അവൾക്കറിയാം. രമണേട്ടൻ നിന്നെ തട്ടിക്കൊണ്ടുപോയെന്നും കയ്യും കാലും കെട്ടിയിട്ടെന്നും വിൽക്കാൻ ശ്രമിച്ചെന്നും ഒക്കെ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ലടി. വിശ്വസിക്കണ്ട, അവൾ മെല്ലെ പറഞ്ഞു. എന്നാൽ സത്യം പറ, ഓട്ടം പോയ ആ വണ്ടിക്കുള്ളിൽ ആരാ നിന്നെ കെട്ടിയിട്ടത്? അത് ഞാൻ സ്വയം ചെയ്തതാ, രക്ഷപ്പെടാൻ. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. പ്രകാശൻ പല്ലു കടിച്ചു. പോലീസ് എന്നെ ഒരു കാൾഗേളായി പിടിച്ചാലത്തെ അവസ്ഥ പ്രകാശേട്ടനറിയാമല്ലോ. അതുപോലെ പെട്ടുപോയാൽ രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി ഒരു പോലീസുകാരൻ തന്നെയാ ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്നത്, റീമ പറഞ്ഞു. വായ്ക്കുള്ളിൽ ഒരു ടൗവൽ കുത്തിത്തിരുകിയിട്ട് കാലും കൈയും സ്വയം കെട്ടി ചുരുണ്ടുകൂടി കിടക്കുക. ഒറ്റ സെക്കൻഡിനുള്ളിൽ എല്ലാം ചെയ്യത്തക്ക വിധത്തിൽ കുടുക്കിട്ട പ്ലാസ്റ്റിക് ചരട് എൻ്റെ ബാഗിൽ എപ്പോഴുമുണ്ട്. ഇന്നലെ പോലീസ് പിടിക്കുമെന്നായപ്പോൾ ഞാൻ എൻ്റെ രക്ഷ നോക്കി, അത്രയേ ഉള്ളൂ. നീ ചതിച്ചത് ഒരു പാവം മനുഷ്യനെയാ. അയാളുടെ കുടുംബത്തെയും നീ തകർത്തു. ഐ ഡോണ്ട് കെയർ. റീമയ്ക്ക് അരിശം വന്നു. ഛേ, പ്രകാശൻ സ്വന്തം തലയിൽ തല്ലി. രമണേട്ടനെ നിന്റെ കൂടെ വിടാൻ ഏതു നേരത്താടി എനിക്ക് തോന്നിയത്? ആ, റീമ നിസാരമായി കൈമലർത്തി. അത് പ്രകാശനെ കോപാകുലനാക്കി. റീമ, അയാൾ ഗൗരവത്തിൽ വിളിച്ചു. കൊത്തിയ പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന് വെച്ചാൽ ചതിച്ച നീ തന്നെ രമണേട്ടനെ രക്ഷിക്കണമെന്ന് മനസ്സിലായോ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? റീമ ഈർഷ്യയോടെ ചോദിച്ചു. നീ രാത്രിയിൽ ചെന്ന് കിടക്കുന്ന പല വീടുകളുമുണ്ടല്ലോ. അക്കൂട്ടത്തിലെ ഏമാന്മാരിൽ കൊള്ളാവുന്ന ഒരാളെ കൊണ്ട് വിളിപ്പിക്കണം. അത് റീമ ശങ്കിച്ചു. നിന്നെ തട്ടിക്കൊണ്ടുപോയി വാണിഭ സംഘത്തിന് വിൽക്കാൻ ശ്രമിച്ചെന്നാണ് രമണേട്ടന്റെ പേരിലുള്ള കേസ്. അത് ജാമ്യമില്ലാ വകുപ്പാണ്. ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാതെ ആ മനുഷ്യൻ ജയിലിൽ കിടന്ന് നരകിക്കും. ഞാനാ രമണേട്ടനെ ഈ കുരുക്കിലേക്ക് വലിച്ചിഴച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു, ആ കേസ് ഇല്ലാതാക്കണം. ഇന്ന് തന്നെ രമണേട്ടൻ പുറത്തു വരണം. ഞാൻ വിചാരിച്ചാൽ ഇനി അത് നടക്കില്ല. എല്ലാം എൻ്റെ കൈവിട്ടുപോയി. ഒന്നും കൈവിട്ടു പോയിട്ടില്ല. നീ വിചാരിച്ചാൽ അതും നടക്കും. നീ അത് നടത്തിയിരിക്കണം. പ്രകാശന്റെ കറുത്ത മുഖം കുറച്ചുകൂടി കറുത്തു. വികൃതമായ മുഖം കുറച്ചുകൂടി വികൃതമായി. അല്ലെങ്കിൽ നീ നാളെ പണിക്ക് പോകുന്ന വീടുണ്ടല്ലോ, അത് ഏത് കൊടികുത്തിയ വല്യമാൻ്റേതായാലും അവിടെ ഞാനെത്തും. ഒറ്റയ്ക്കല്ല. ഞാൻ വിരൽ ഞൊടിച്ചാൽ 1000 പേര് എൻ്റെ ഒപ്പം വരുമെന്ന് നിനക്കറിയാമല്ലോ. വീട് വളഞ്ഞ് രണ്ടിനെയും പൂട്ടും. ഞാനാ പറയുന്നത്. എന്നെക്കൊണ്ട് നീ അത് ചെയ്യിക്കല്ലേ. പ്രകാശൻ വെട്ടിത്തിരിഞ്ഞ് അമർത്തിയ പാദങ്ങളോടെ പുറത്തേക്ക് നീങ്ങി. മോളെ, മുറിക്കുള്ളിൽ നിന്ന് എല്ലാം കേട്ട ലിസമ്മ ഭീതിയോടെ വിളിച്ചു. അവൻ കരിമൂർഖനാ, കൊടിയ വിഷം. അവനെ സൂക്ഷിക്കണം മോളെ. ശരിയാണ്, കറുത്തുമെലിഞ്ഞ രൂപം നല്ലവനാണ്. പക്ഷേ അടികൊണ്ടാൽ അത് പിശാചായി മാറാൻ 1 സെക്കൻഡ് മതി. അവൾ മൊബൈലെടുത്ത് അതിലുള്ള ഒരു നമ്പറിൽ വിളിച്ചു. എന്നിട്ട് താണു വീണ് കാര്യം പറഞ്ഞു. വൈകുന്നേരം 5 മണി. പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് അക്ഷമയോടെ വിജയനും പ്രകാശനും നിന്നു. ഒരുപാട് സമയം പിന്നെയും കഴിഞ്ഞു. ഒടുവിൽ അവരുടെ അടുത്തേക്ക് പ്രാഞ്ചി ഒരു രൂപ ഇറങ്ങി വന്നു. ദേഹമാകെ അടികൊണ്ട കരിനീലിച്ച പാടുകൾ. രമണേട്ടാ, വിജയൻ സങ്കടത്തോടെ അയാളുടെ തോളിൽ പിടിച്ചു. അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? രമണൻ ചിരിക്കാൻ ശ്രമിച്ചു. വേദന മരവിച്ച ഒരു ചിരി. അവർക്ക് ഒരിരയെ കിട്ടിയതല്ലേ? എൻ്റെ സംഘത്തിലുള്ളവർ എവിടെയാണ്? ആരൊക്കെയാണവർ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഉത്തരം പറയിക്കാൻ പഠിച്ച വിദ്യകൾ 18 അവർ പ്രയോഗിച്ചു. എല്ലാത്തിനും കാരണം ഈ പ്രകാശനാണ്. വിജയൻ പ്രകാശനെ കുറ്റപ്പെടുത്തി. അവൾ ഇങ്ങനെ ഒരു ചതിപ്പണി ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല രമണേട്ടാ, പ്രകാശൻ കുറ്റബോധത്തോടെ പറഞ്ഞു. ആരുടെയും കുറ്റമല്ല പ്രകാശ, എല്ലാം എൻ്റെ സമയദോഷം, രമണൻ പറഞ്ഞു. രമണേട്ടൻ വാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം, വിജയൻ പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനിപ്പോൾ വീട്ടിലേക്കില്ല. പിന്നെ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകണം? ഇന്നത്തെ പത്രം ഇറങ്ങാത്ത സ്ഥലമോ അത് വായിക്കാത്ത ഒരാളോ ഈ കേരളത്തിലുണ്ടോ വിജയ? വേദനയോടെ രമണൻ ചോദിച്ചു.
അത് വിജയന് വാക്കുമുട്ടി. എൻ്റെ അമ്മയും സഹോദരിയും 3 പെൺമക്കളും അത് വായിച്ചിട്ടുണ്ടാകും അല്ലേ വിജയ? പ്രകാശനും വിജയനും മുഖത്തോട് മുഖം നോക്കി. ഈ ജന്മത്തിൽ എനിക്കിനി അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയുമോ? നല്ല മകനോ നല്ല സഹോദരനോ നല്ല അച്ഛനോ ആകാൻ എനിക്ക് കഴിയുമോ വിജയ? രമണൻ പൊട്ടിക്കരഞ്ഞു. എല്ലാ സത്യങ്ങളും നമുക്ക് അവരോട് പറയാൻ രമണേട്ടാ, പ്രകാശൻ വിഷമത്തോടെ പറഞ്ഞു. എല്ലാ സത്യങ്ങളും എല്ലാവരും വിശ്വസിക്കുമോ പ്രകാശ? രമണൻ ചോദിച്ചു. തോട്ടുങ്കലെ കുഞ്ഞച്ചൻ സാറും മാത്യു സാറും അത് വിശ്വസിക്കുമോ? അത് വിജയൻ സങ്കടത്തോടെ തുടർന്നു. രമണേട്ടൻ മദ്യപിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞച്ചൻ സാറ് ദേഷ്യത്തിലായിരുന്നു. ഇതൂടായപ്പോൾ എന്നെ അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അല്ലേ? അത് നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ രമണേട്ടാ, വിജയൻ പറഞ്ഞു. അല്ലെങ്കിൽ ആ പുല്ല് പോട്ടെ രമണേട്ടാ, രമണേട്ടന് വേറെ എത്ര വണ്ടി വേണം ഓടിക്കാൻ? നീ മിണ്ടരുത്, വിജയൻ പ്രകാശനോട് കയർത്തു. നിന്റെ ഒരു ജോലിയുണ്ടാക്കല് കാരണം രമണേട്ടൻ ഈ നിലയിലായി. ഇനി നീ ഉണ്ടാക്കുന്ന ജോലി വേണ്ട. പ്രകാശന്റെ മുഖം മങ്ങി. എനിക്കെല്ലാം മറക്കണം, അല്പം മദ്യപിക്കണം, രമണൻ പറഞ്ഞു. ശരി വാ. മൂവരും കൂടി ബാറിൽ കയറി നന്നായി മദ്യപിച്ചു. ഇറങ്ങുമ്പോൾ രാത്രിയായി. രമണേട്ടനെ ഞങ്ങൾ വീട്ടിൽ വിടാം. വേണ്ട, നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ വരണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. രമണൻ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈകാട്ടി. അതിൽ കയറിയിരുന്നു. രാവിലെ കാണാം വിജയ, രമണൻ കൈവീശി. ശരി, രാവിലെ രമണേട്ടൻ തോട്ടുങ്കിലേക്ക് വാ, നമുക്ക് വഴിയുണ്ടാക്കാം. ശരി. ഓട്ടോറിക്ഷ ഇരുട്ടിനെ കീറി മുറിച്ച് നീങ്ങി. പ്രകാശനും വിജയനും അത് നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ വിജയൻ തോട്ടുങ്കൽ ട്രാവൽസിലേക്ക് വരുമ്പോൾ എതിരെ ഓടിക്കുതിച്ച് പ്രകാശനെത്തി. അവൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. വിജയേട്ടാ, നമ്മുടെ രമണേട്ടൻ. രമണേട്ടൻ എന്താടാ, നീ കാര്യം പറ. ഇന്നലെ രാത്രിയിൽ അവിടെ ട്രെയിന് തലവെച്ചു. ഓ, എനിക്കിത് കാണാൻ വയ്യടാ. ഒന്നേ നോക്കിയുള്ളൂ വിജയൻ. അവൻ മുഖം തിരിച്ചു. പ്രകാശനും മിഴികൾ പിൻവലിച്ചു. കോളനിക്ക് 2 ഫർലോങ് അപ്പുറത്താണ് രമണന്റെ ശരീരം ചോരയിൽ പൊതിഞ്ഞ മാംസപിണ്ഡം പോലെ കിടന്നത്. റെയിൽവേ ട്രാക്കിൽ ഒരു കാലും ഒരു കൈയും വേർപെട്ടു മാറിയിരിക്കുന്നു. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങുമ്പോൾ ധരിച്ചിരുന്ന നീല ചെക്ക് ഷർട്ടും മുണ്ടും കീറിപ്പറിഞ്ഞ നിലയിൽ ആ ശരീരത്തിലുണ്ടായിരുന്നു. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയാണ്. മിനിഞ്ഞാന്ന് രാത്രിയും ഇന്നലെ പകലും രമണനെ ചോദ്യം ചെയ്ത് ഇടിച്ചു പിഴിഞ്ഞ SI രാജേഷ് തന്നെയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതും. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ചെയ്ത് തുന്നിക്കെട്ടിയ രമണന്റെ ശരീരം വീട്ടുമുറ്റത്ത് ഒരു പെട്ടിയിലാക്കി ഇറക്കി വെച്ചു. എൻ്റെ പൊന്നുമോനെ രമണ, എന്നതാടാ അമ്മ ഈ കാണുന്നത്? പാച്ചിയമ്മ നെഞ്ചിൽ തല്ലി നിലവിളിച്ചു. അദീന ആ ശവപ്പെട്ടിക്കരികിലിരുന്നു. അവളെ കെട്ടിപ്പിടിച്ച് ആര്യയും ആമിയും ഇരുന്നു. ഇരുവരും പെട്ടിക്കുള്ളിലേക്ക് ചൂണ്ടി അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അദീന അതൊന്നും കേട്ടില്ല. ഒരേ ഇരിപ്പ് തന്നെ. അമ്മ മരിച്ചു കിടന്ന ചിത്രം അവൾ ഓർത്തു. പഴയ രംഗം ആവർത്തിക്കുന്നു. അവളുടെ സ്കൂളിൽ നിന്ന് അന്നത്തെപ്പോലെ വരിവരിയായി സഹപാഠികളും മിസ്സും വരുന്നു, കാണുന്നു, പോകുന്നു. അന്നത്തെപ്പോലെ മൊബൈൽ ക്രിമിറ്റോറിയം കൊണ്ടുവരുന്നു. അച്ഛൻ്റെ ശരീരം എല്ലാവരും കൂടി അതിനുള്ളിലേക്ക് വെക്കുന്നു, മൂടുന്നു, തീ കത്തിക്കുന്നു. പുകക്കുഴലിലൂടെ അമ്മയെപ്പോലെ അച്ഛനും പുകയായി പുറത്തേക്ക് വന്ന് അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. അച്ഛാ, പോകണ്ടച്ചാ, വാച്ചാ, ആമി കരയുകയും വിളിക്കുകയും ചെയ്യുന്നു. അച്ഛാ, അച്ഛാ, ആര്യയും കരയുകയാണ്. അദീന മാത്രം കരഞ്ഞില്ല. കണ്ണുകളിൽ നനവ് പൊടിഞ്ഞതുപോലുമില്ല. സങ്കടം വരാതെ കല്ലുപോലുള്ള ഇരിപ്പ് കണ്ട് എല്ലാവരും അമ്പരന്നു. പാവം കൊച്ച്, ചിലർ സഹതപിച്ചു. അതിന് കരയാൻ പോലുമുള്ള ആക്കമില്ല. കഷ്ടം. ആദ്യം അതുങ്ങളുടെ അമ്മ പോയി, ഇപ്പം ഇതാ അച്ഛനും. ആ രമണന് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? ഭാര്യ മരിച്ച പുറകെ പെണ്ണുങ്ങളെ തപ്പിപ്പോയിരിക്കുന്നു. ചെ കേട്ടിട്ട് അറയ്ക്കുന്നു. എല്ലാവരും അറിഞ്ഞ് പത്രത്തിൽ വാർത്ത വന്നപ്പോൾ ദേ ട്രെയിനിനിടയിൽ തലവെച്ചു. പോരെ, അനാഥരായി കുഞ്ഞുങ്ങളുടെ കാര്യമാണിനി കഷ്ടം. ആര് നോക്കും ഇതുങ്ങളെ? ആര് ചെലവിന് കൊടുക്കും? വയസ്സായ പാച്ചിയമ്മയെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? ചുറ്റും അന്യോന്യമുള്ള ചോദ്യങ്ങളും പിറുപിറുക്കലും സഹതാപവും. അദീനയും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ചോദ്യത്തിന്റെയും ഉത്തരം അവൾക്കറിയില്ലായിരുന്നു. ഇനി എങ്ങനെ താൻ വളരും? എങ്ങനെ അനിയത്തിമാരെ വളർത്തും? ആര് തങ്ങൾക്ക് ചോറ് തരും? അവൾക്കറിയില്ല. മൊബൈൽ ക്രിമിറ്റോറിയത്തിൽ നിന്ന് പുക വരുന്നതും ശ്രദ്ധിച്ച് മാറി നിൽക്കുകയാണ് സോമൻ. കരഞ്ഞുകൊണ്ട് രേവതിയും അടുത്തുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നതിന് പകരം ഏട്ടൻ എന്തിനാണ് ഈ പണി ചെയ്തത്? രേവതി ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മനുഷ്യരുടെ മുഖത്ത് നോക്കണമെങ്കിലേ ഇത്തിരി ഉളുപ്പ് വേണം, അതുകൊണ്ട് ചെയ്തതായിരിക്കും, സോമൻ ഈർഷ്യയോടെ പറഞ്ഞു. ഭാര്യയുടെ ചെതയിലെ തീയാറുന്നതിന് മുമ്പേ പെണ്ണ് പിടിക്കാൻ പോയാൽ ഇതല്ലടി ഇതിനപ്പുറവും സംഭവിക്കും.
അങ്ങനെയൊന്നുമല്ല സോമേട്ട സത്യം. സംഭാഷണം കേട്ട വിജയൻ അവരുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു. രമണേട്ടൻ നിരപരാധിയോ? ഓഹോ, പിന്നാരാ കുറ്റക്കാരൻ? നീയാണോ? സോമൻ വിജയന് നേരെ ദേഷ്യപ്പെട്ടു. അതല്ല ഞാൻ പറഞ്ഞത്. വിജയൻ വിമ്മിട്ടപ്പെട്ടു. സോമൻ ഇടയിൽ കയറി. രമണേട്ടൻ ഓടിച്ച കാറിൽ നിന്ന് കയ്യും കാലും കെട്ടിയ നിലയിൽ ആ പെണ്ണിനെ കിട്ടിയത്. റെന്റെ കാറിൽ നിന്ന് ആ വണ്ടി വാടകയ്ക്കെടുത്തതും രമണേട്ടൻ തന്നെയാ, അല്ലെന്നുണ്ടോ? അതൊക്കെ ശരിയാ സോമേട്ട, വിജയൻ പറഞ്ഞു. പക്ഷേ ഭാര്യ മരിച്ചതുകൊണ്ട് ഒരു പെണ്ണ് കൂടിയേ കഴിയൂന്ന് കരുതി രമണേട്ടൻ അവളെ പിടിച്ചോണ്ട് വന്നതൊന്നുമല്ല. പിന്നെ പലിശ കാശടയ്ക്കാൻ കുറെ പണം വേണ്ടതുകൊണ്ട് ആ പെണ്ണിനെയും കൊണ്ട് ഓട്ടം പോയതാ രമണേട്ടൻ, ഒരിടത്ത് എത്തിച്ചു കൊടുക്കാൻ. ചി, മിണ്ടാതിരിയടാ, സോമൻ അരിശത്തോടെ വിരൽ ചൂണ്ടി. പലിശ കാശടയ്ക്കാൻ കണ്ട ഒരു എളുപ്പ വഴി കൂട്ടിക്കൊടുപ്പ്. ചേ, സോമൻ വെറുപ്പോടെ തലതിരിച്ചു. ഈ വീട്ടിൽ നിൽക്കാൻ പോലും അറയ്ക്കണം. അതല്ല സോമേട്ട ഞാൻ പറഞ്ഞു വന്നത്, വിജയൻ പറയാൻ ശ്രമിച്ചു. നീ പോടാ, സോമൻ കയർത്തുകൊണ്ട് മുകളിലേക്ക് നീങ്ങി. രേവു, നീ വരുന്നോ? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പോഴോ? രേവതി അമ്പരന്നു. എന്താ, എപ്പോൾ പോകണമെന്ന് നോക്കാൻ ജോത്സ്യരെ വിളിക്കണോ? സോമൻ രോഷം കൊണ്ടു. രേവതി വീട്ടിനുള്ളിലേക്ക് ചെന്നു. മരണം അന്വേഷിച്ചു വന്നവരൊക്കെ പോയി കഴിഞ്ഞിരുന്നു. അമ്മേ, സോമേട്ടൻ പോകാനിറങ്ങി. ഞാനും പോകുക. എന്താടി ഇത്? ഇതൊരു മരിച്ച വീടല്ലേ? മരിച്ചത് നിന്റെ കൂടപ്പിറപ്പല്ലേ? പാച്ചിയമ്മ അന്താളിപ്പോടെ ചോദിച്ചു. കൂടപ്പിറപ്പ് വരുത്തിവെച്ച നാണക്കേടോർത്താൽ തൊലി പൊള്ളുക, രേവതി പറഞ്ഞു. അവന്റെ പെറ്റ തള്ളിയാ ഞാൻ. എനിക്ക് നാണക്കേടില്ലെന്നാണോ? ദേ, അവന്റെ കുഞ്ഞുങ്ങളാണീ 3 പേരും. അരികിൽ ചേർന്നിരിക്കുന്ന അധീനയെയും ആര്യയെയും മാമിയെയും പാച്ചിയമ്മ തൊട്ടു കാണിച്ചു. ഇതുങ്ങൾക്ക് നാണക്കേടില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? എന്നാൽ നീ അടുക്കളയിലോട്ട് ചെല്ല് രേവതി, കുറച്ച് കഞ്ഞി ഉണ്ടാക്ക്. ഈ കുഞ്ഞുങ്ങൾ പട്ടിണിയാ, അതുങ്ങൾക്ക് ഇത്തിരി കഞ്ഞി കൊടുക്കട്ടെ. കഞ്ഞിയൊക്കെ അപ്പുറത്തെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് വരുമ്പോ കഴിച്ചാൽ മതി, സോമൻ ധൃതിയിൽ അകത്തേക്ക് വന്നു പറഞ്ഞു. 2 പിള്ളേരെ വീട്ടിലാക്കിയിട്ടാ ഞാനും രേവും റെയിൽവേ ട്രാക്കിലേക്ക് ഓടിയത്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നതും. എന്റെ പിള്ളേര് ആഹാരം കഴിച്ചോന്ന് വീട്ടിൽ ചെന്നാലല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ പോകുക. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് സോമന്റെ ലക്ഷ്യം. പാച്ചിയമ്മയ്ക്ക് അതും മനസ്സിലായി. നീ ഇങ്ങനെ ധൃതി വെക്കാതെ സോമ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കഴിയാം, എന്നിട്ട് നാളെ എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം, അവർ പറഞ്ഞു. എല്ലാവർക്കും കൂടിയോ? എങ്ങോട്ട്? സോമൻ അമ്പരന്നു. നിന്റെ വീട്ടിലേക്ക്. അമ്മ എന്താണീ പറയുന്നത്? എടാ, എന്റെ രമണൻ പോയി, ഞാനും ഈ പിള്ളേരും ബാക്കിയായി. ഞങ്ങളിനി എങ്ങനാ കഴിയുന്നേ? ആരാ ഞങ്ങളുടെ കാര്യം നോക്കാനുള്ളത്? അതിപ്പം സോമന് വാക്കുമുട്ടി. അയാൾ രൂക്ഷമായി രേവതിയെ നോക്കി. നാഴികയരിക്ക് വക കിട്ടിയാൽ ചുരുണ്ടുകൂടാമെന്ന് വെച്ചാലും പറ്റുകയല്ലോ. തലമൂടാനുള്ള കടം വരുത്തി വെച്ചിട്ടല്ലേ അവൻ പോയത്. ഈ വസ്തു ആ ബ്ലേഡ് മുന്നൂസിന്റെ കയ്യിലാ. അയാള് വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ സോമ? അല്ല, അയാള് വന്ന് ആരെയും ഇറക്കി വിട്ടില്ലല്ലോമേ, സോമൻ പറഞ്ഞു. അതിനിടയാക്കാതെ നേരത്തെ അങ്ങ് ഇറങ്ങി മാറുന്നതല്ലേടാ അന്തസ്. അന്തസ് അതൊക്കെ തന്നെയാ. പക്ഷെ എല്ലാവരും കൂടി എൻ്റെ അടുത്തേട്ട് വന്നാൽ ഞാൻ എന്തു ചെയ്യാനാ? എല്ലാവരെയും ഒരുമിച്ച് തീറ്റിപ്പൊറ്റാനും മാത്രം വരുമാനം എനിക്കുണ്ടോമേ? സോമൻ കൈമലർത്തി. പാച്ചിയമ്മ അടികൊണ്ടതുപോലെയായി. 3 പെൺപിള്ളേര്. 3നെയും കൂടി എടുത്ത് ഞാനങ്ങ് തലയിൽ വെച്ചാ പിന്നെ തീർന്നില്ലേ? സോമൻ തുടർന്നു. 3നും മൂക്കുമുട്ട തിന്നാൻ ഞാൻ കൊടുക്കണ്ടേ? വളർത്തണ്ടേ? പഠിപ്പിക്കണ്ടേ? ഇതൊക്കെ അങ്ങ് കഴിഞ്ഞാലോ? ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിച്ചു വിടണ്ടേ? അതെല്ലാം കഴിയുമ്പോൾ എൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും വഴിയാധാരമാകില്ലേ? അതെന്താ അമ്മ ഓർക്കാത്തത്? സോമൻ കർക്കശമായി തന്നെ ചോദിച്ചു. വല്ല ആൺപിള്ളേരുമായിരുന്നേൽ നോക്കാമായിരുന്നു. പറക്കം മുറ്റുമ്പോൾ അതുങ്ങൾ വല്ല വഴിക്കും പൊയ്ക്കോളും. ഇതിപ്പോ അതു പറ്റുമോ? പാച്ചിയമ്മ സ്തംഭിച്ചിരുന്നു. അദീനയും അത് കേട്ടു. ഞങ്ങൾ ആണായി പിറക്കേണ്ടിയിരുന്നു. രേവതി, ഒടുവിൽ പാച്ചിയമ്മ വിളിച്ചു. നിന്റെ കൂടപ്പിറപ്പിന്റെ കുഞ്ഞുങ്ങളാടി ഇതുങ്ങള്. 3 പെൺപിള്ളേരായി പോയെന്ന് വെച്ച് ഒരത്യാപത്ത് വരുമ്പോ കൈയൊഴുകിയാണോടി? ഭാനുചേച്ചിയുടെ കൂടപ്പിറപ്പല്ലായിരുന്നോ ശ്രീധരൻ ചേട്ടൻ? രമണേട്ടനെ ചിതയിൽ വെച്ചപ്പോഴേ സ്ഥലം വിട്ടത് അമ്മ കണ്ടോ? രേവതി ചോദിച്ചു. 3 പെൺപിള്ളേരെന്ന് വെച്ചാൽ ചില്ലറ ബാധ്യതയല്ലമ്മേ. അത് ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാ ഒന്നും മിണ്ടാതെ സ്ഥലം വിട്ടത്. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ മക്കളെ. ഈ കുഞ്ഞുങ്ങൾ ഒരാളോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പാച്ചിയമ്മയ്ക്ക് സങ്കടം വന്നു. അവരുടെ തൊണ്ടയിടറി. തെറ്റ് ചെയ്തത് ഈ കുഞ്ഞുങ്ങളല്ല, അതുങ്ങളുടെ തന്തയാ. സോമൻ അമർഷം കൊണ്ടു. ഒന്നാമത് കടം വാരി തലയിൽ വെച്ചു. പിന്നെ കണ്ട പെൺപിള്ളേരുടെ പുറകെ പോയി. അതും കഴിഞ്ഞിട്ട് ട്രെയിനിന്റെ അടിയിലോട്ട് തലയും വെച്ചു കൊടുത്തു.
ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണായിരുന്നു 3 കൊച്ചുങ്ങളുണ്ടെന്ന്, 3 പെൺമക്കളാണെന്ന്. സോമൻ ഒട്ടും വൈഞ്ഞില്ല. അയാൾക്കില്ലാത്ത ബാധ്യതയൊന്നും എനിക്കില്ല. ഞാൻ പോകുന്നു. ധൃതിയിൽ മുറ്റത്തേക്കിറങ്ങിക്കൊണ്ട് സോമൻ വിളിച്ചു. രേവതി, വരുന്നുണ്ടെങ്കിൽ നീ വാ. അതല്ല, ആങ്ങളയുടെ കൊച്ചുങ്ങൾക്ക് കാവലിരിക്കാനാ താല്പര്യമെങ്കിൽ ഇവിടെ നിന്നോ. എന്റെ കൊച്ചുങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. രേവതിക്ക് ഭയമായി. സോമന്റെ കർക്കശ സ്വഭാവം അവൾക്കറിയാം. ഞാനും പോകുവാമേ. രേവതി സോമന് പിന്നാലെ ഇറങ്ങി. പാച്ചിയമ്മ പകച്ചിരുന്നു. ഇനി എന്തു ചെയ്യും? അദീനയും വല്ലാതെ പരിഭ്രമിച്ചു. പെണ്ണായി പിറന്നതുകൊണ്ട് താനും അനിയത്തിമാരും എല്ലാവർക്കും അധികപ്പറ്റായിരിക്കുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ ജീവിതം എത്ര സുന്ദരമായിരുന്നു, എത്ര ആഹ്ലാദമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരുമില്ല. എത്ര പെട്ടെന്നാണ് ജീവിതം മാറി മറിഞ്ഞത്. ആകെ ആശ്രയം മുത്തശ്ശി മാത്രം. അദീന സ്വയം അറിയാതെ പാച്ചിയമ്മയെ ചുറ്റിപ്പിടിച്ചു. പാച്ചിയമ്മ 3 കുഞ്ഞുങ്ങളെയും ഇറുകെ പിടിച്ചുകൊണ്ട് നാലുപാടും നോക്കി. പിറ്റേന്ന് രാവിലെ വരാന്തയിലേക്ക് വീണ പത്രം ആദ്യമെടുത്ത് നിവർത്തി നോക്കിയത് അദീനയാണ്. തലേന്ന് വെളുപ്പിനാണ് രമണന്റെ ആത്മഹത്യ നടന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് സംസ്കാരവും നടന്നു. അതുകൊണ്ട് ആ ദുരന്ത വാർത്ത പത്രത്തിൽ വന്നത് അന്നാണ്. അദീന കണ്ടു ആ വാർത്തയുടെ തലക്കെട്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട പെൺവാണിഭ സംഘത്തിലെ ഡ്രൈവർ രമണന്റെ ആത്മഹത്യ ദുരൂഹം. പോലീസ് കസ്റ്റഡിയിലായിരുന്ന രമണൻ പുറത്തിറങ്ങിയ ഉടൻ ആത്മഹത്യ ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നുമാണ് വാർത്ത. നടന്നത് കൊലപാതകമാണെന്നും സംഭവത്തിന് പിന്നിൽ ഉന്നതരുടെ കൈയുണ്ടെന്നും സംശയിക്കുന്നതായി എഴുതിയിട്ടുണ്ട്. വാർത്തയ്ക്കൊപ്പം ഫോട്ടോയും കൊടുത്തിരിക്കുന്നു. മരിച്ചു കിടക്കുന്ന രമണന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അദീന, അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആര്യയും ആമിയും, മൂവരുടെയും അരികിൽ പാച്ചിയമ്മ. അതാണ് ഫോട്ടോ. അതിന്റെ അടിക്കുറിപ്പിലേക്ക് അദീന നോക്കി. അടങ്ങാത്ത കണ്ണീരോടെ ആത്മഹത്യ ചെയ്ത രമണന്റെ മക്കളും മാതാവും. അദീനയുടെ മിഴികൾ ആ ഫോട്ടോയിൽ തങ്ങി നിന്നു. 100 മൈലുകൾക്കപ്പുറത്ത് ചെമ്പൂർ കോവിലകം. രാജഭരണം നിലച്ചെങ്കിലും രാജപദവിയും സ്ഥാനങ്ങളും ഇന്നുമുള്ള ചെമ്പൂർ കോവിലകത്തെ ഇളയരാജ്ഞി മകന്തിരുന്നാൾ രാജരാജേശ്വരി തമ്പുരാട്ടി രാവിലെ നാൽപ്പാമരവും തുളസിയും ചേർത്ത ഔഷധക്കൂട്ടുള്ള ഇളം ചൂടുവെള്ളത്തിൽ സ്നാനം ചെയ്തിറങ്ങി. ഇതാ തമ്പുരാട്ടി. പരിചാരികയായ പത്മാക്ഷി രാജരാജേശ്വരി തമ്പുരാട്ടിക്ക് ധരിക്കാനുള്ള പട്ടുസാരിയും രത്നാഭരണങ്ങളും മുമ്പിൽ വെച്ചു. നീ പൊയ്ക്കൊള്ളൂ, തമ്പുരാട്ടി പറഞ്ഞു. പത്മാക്ഷി പോയപ്പോൾ തമ്പുരാട്ടി പട്ടുസാരിയും ആഭരണങ്ങളും ധരിച്ചു. 55-ാം വയസ്സിലും മേനിയഴകിന് ഇടിവില്ലാത്ത തമ്പുരാട്ടിയുടെ മുഖം നിലക്കണ്ണാടിയിൽ പ്രതിബിംബിച്ചു. മൂക്കുത്തിയിലെ വജ്രക്കല്ല് വെട്ടിത്തിളങ്ങി. നരകയറാത്ത മുടി വിതർത്തിയിട്ട് പത്മാക്ഷി നിറച്ചുവെച്ച പൂവട്ടക കൈ നീട്ടിയെടുത്ത് തമ്പുരാട്ടി ഇറങ്ങി. കോവിലകത്തിന്റെ വളപ്പിൽ തന്നെയുള്ള ശ്രീദുർഗാ ക്ഷേത്രത്തിലേക്ക്. അമ്മ ശ്രീദുർഗയുടെ തൃപ്പടിയിൽ പൂവട്ടക വെച്ചുകൊണ്ട് തമ്പുരാട്ടി അകത്തേക്ക് നോക്കി പറഞ്ഞു. അർച്ചന വേണം തിരുമേനി. ആരുഷി തമ്പുരാട്ടി. പൂയം നക്ഷത്രം അല്ലേ തമ്പുരാട്ടി? ജയന്തൻ തിരുമേനി ചോദിച്ചു. അതെ. തമ്പുരാട്ടിയുടെ നക്ഷത്രത്തിളക്കമുള്ള മിഴികൾ രണ്ടും നനഞ്ഞിരുന്നു. എന്നും പതിവുള്ളതാണല്ലോ തമ്പുരാട്ടി. അർച്ചന ചെയ്തിട്ടുണ്ട്. ഇതാ പ്രസാദം. ശ്രീകോവിലിൽ നിന്ന് തിരുനടിയിലേക്ക് ഇറങ്ങി താഴെയെത്തിയ ജയന്തൻ തിരുമേനി ഇലച്ചീന്തിയിലെ പ്രസാദം ഭവ്യതയോടെ നീട്ടി. തമ്പുരാട്ടി 2 കൈകളും നീട്ടി പ്രസാദം വാങ്ങി. അരച്ച ചന്ദനവും ലേശം കുങ്കുമവും ഒരുമിച്ച് വിരലിൽ തൊട്ട് തമ്പുരാട്ടി നെറ്റിയിൽ കുറിവരയ്ക്കുമ്പോൾ ജയന്തൻ തിരുമേനി ചോദിച്ചു. ആരുഷി തമ്പുരാട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് അല്ലേ തമ്പുരാട്ടി? അതെ. തമ്പുരാട്ടിയുടെ സ്വരം നേർത്തു. മകൾ അൽക്ക കൊച്ചു തമ്പുരാട്ടിയുടെ മരണം ആരുഷി തമ്പുരാട്ടിക്ക് എത്ര വലിയ ഷോക്കായിരുന്നു. രാജരാജേശ്വരി തമ്പുരാട്ടിയുടെ ഹൃദയം നൊന്തു. എല്ലാം ശുഭമാകും തമ്പുരാട്ടി. ഇന്ന് അർച്ചന സമയത്ത് അമ്മ ശ്രീദുർഗയ്ക്ക് വല്ലാത്തൊരു ചൈതന്യമായിരുന്നു. ശുഭസൂചന തന്നെ. അസുഖം ഭേദമായി ആരുഷി തമ്പുരാട്ടി ഉടനെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരും. വിശ്വസിച്ചോളൂ. അമ്മയ്ക്ക് മുമ്പിൽ എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ട് തിരുമേനി. എല്ലാം അമ്മ നടത്തിത്തരുമെന്ന വിശ്വാസത്തിലാണ് ഈ ശരീരത്തിൽ ജീവൻ പോലും നിലനിൽക്കുന്നത്. അതും പറഞ്ഞിട്ട് തമ്പുരാട്ടി പുറത്തേക്ക് പോയി. ക്ഷേത്രവാതിൽ കടന്ന് പ്രസാദവുമായി രാജരാജേശ്വരി തമ്പുരാട്ടി മുറ്റത്തേക്ക് പാദം വയ്ക്കുമ്പോൾ നേരെ നിൽക്കുന്നു മാളവിക. തമ്പുരാട്ടിയുടെ പിയെയും വിശ്വസ്തയുമാണ് മാളവിക. പ്രൗഢയായ 40കാരി. കയ്യിലിരുന്ന മൊബൈൽ അവൾ തമ്പുരാട്ടിക്ക് നീട്ടി. തമ്പുരാട്ടി മൊബൈൽ വാങ്ങി. ഭർത്താവ് ഗിരിധരവർമ്മ തമ്പുരാനാണ് ലൈനിൽ. അദ്ദേഹം ബിസിനസ് ടൂറിലാണ്. ഹലോ. തമ്പുരാട്ടി കോൾ അറ്റൻഡ് ചെയ്ത് ചോദിച്ചു. രാജേശ്വരി, നീ വേഗം ലാപ്ടോപ്പ് ഓണാക്ക്. ഞാനൊരു അർജന്റ് മെയിൽ അയച്ചിട്ടുണ്ട്. വേഗം നോക്ക്.
മെയിലിന് ഇത്രമേൽ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ തമ്പുരാന്റെ ശബ്ദത്തിൽ ഇത്രയ്ക്ക് ഉദ്യോഗമുണ്ടാവില്ല. ഇതാ തമ്പുരാട്ടി. മാളവിക തമ്പുരാട്ടിയുടെ നേർക്ക് ലാപ്ടോപ്പ് നീട്ടി. രാജരാജേശ്വരി പെട്ടെന്നത് ഓണാക്കി മെയിലെടുത്തു. ഒരു പത്രത്തിൽ വന്ന ഫോട്ടോ സ്കാൻ ചെയ്ത് വിട്ടിരിക്കുകയാണ് തമ്പുരാൻ. രാജരാജേശ്വരിയുടെ മിഴികളിൽ ആ ഫോട്ടോ നിറഞ്ഞു നിന്നു, ഒരു പ്രകമ്പനം പോലെ. ഒരു ശവപ്പെട്ടിക്കരികിൽ 3 പെൺകുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഫോട്ടോ. ഇളിയവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ 11 വയസ്സുകാരിയിൽ തമ്പുരാട്ടിയുടെ മിഴികൾ പതിഞ്ഞു. മാളവിക, ദേ എന്റെ കുഞ്ഞ് അൽക്ക. അൽക്ക തമ്പുരാട്ടിയോ? മാളവിക അമ്പരന്നു. കൊച്ചു തമ്പുരാട്ടി മരിച്ചുപോയില്ലേ? ഇല്ല, ഇതെന്റെ ആരുഷിയുടെ മോള് തന്നെയാണ്, അൽക്ക തന്നെയാണ്. അവൾ മരിച്ചിട്ടില്ല മാളവിക, മരിച്ചിട്ടില്ല. നിലവിളിയെ പോലെ തമ്പുരാട്ടി ഉറക്കെ പറഞ്ഞു. ദൈവമേ, എന്താണീ കാണുന്നത്? ലാപ്ടോപ്പിലെ ഫോട്ടോയിലേക്ക് മിഴികൾ നട്ടതോടെ മാളവികയും അമ്പരന്നു. തമ്പുരാട്ടി പറഞ്ഞത് നേരാണ്, ഇത് അൽക്ക തമ്പുരാട്ടി തന്നെ. രാജരാജേശ്വരി തമ്പുരാട്ടി ആ പത്രക്കട്ടിങ്ങിലേക്ക് വീണ്ടും ശ്രദ്ധിച്ചു. ഒരു ശവപ്പെട്ടി, അതിനുള്ളിൽ മരിച്ച ഒരു പുരുഷന്റെ മുഖം, ആ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു വൃദ്ധയും 3 പെൺകുട്ടികളും. ചിത്രത്തിൽ അടിക്കുറിപ്പ് രാജേശ്വരി ശ്രദ്ധിച്ചു. അടങ്ങാത്ത കണ്ണീരോടെ ആത്മഹത്യ ചെയ്ത രമണന്റെ മക്കളും മാതാവും. പെൺകുട്ടികൾക്ക് 5ഉം 8ഉം 11ഉം വയസ്സ് തോന്നിക്കും. അരികിലിരിക്കുന്നത് അവരുടെ മുത്തശ്ശിയാണ്. ആരാണ് ഈ രമണൻ? രാജരാജേശ്വരി ചോദിച്ചു. എങ്ങനെ അയാളുടെ ശവത്തിനു മുമ്പിൽ അൽക്കമോൾ എത്തി? എന്തൊരത്ഭുതമാണിത്! മാളവികയ്ക്കും ആ കാഴ്ച വിശ്വസിക്കാനാവുന്നില്ല. അൽക്ക തമ്പുരാട്ടിയുടെ ഫോട്ടോ ഫയൽ ഒന്ന് എടുത്തേ തമ്പുരാട്ടി, മാളവിക ചോദിച്ചു. രാജരാജേശ്വരി തമ്പുരാട്ടി മെസ്സേജ് മാറ്റിയിട്ട് ഫോട്ടോ ഫയൽ ഓപ്പൺ ചെയ്തു. 11 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, വില കൂടിയ ജീൻസുകളും സ്ട്രെച്ചബിൾ ടോപ്പുകളും ഫ്രോക്കുകളുമൊക്കെ ധരിച്ച നിരവധി ചിത്രങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു. പത്രക്കട്ടിങ്ങിൽ കണ്ട അതേ മുഖം. വേഷത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. വില കുറഞ്ഞ സ്കേർട്ടും ബ്ലൗസുമാണ് പത്രത്തിലെ പടത്തിലുള്ള കുട്ടിയിട്ടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും തമ്പുരാട്ടി? മാളവിക ചോദിച്ചു. അതറിയണമെങ്കിൽ അൽക്ക എങ്ങനെ ആ വീട്ടിലെത്തിയെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം, രാജരാജേശ്വരി പറഞ്ഞു. അപ്പോൾ തമ്പുരാട്ടി പറയുന്നത് നമ്മുടെ അൽക്ക തമ്പുരാട്ടി മരിച്ചിട്ടില്ലെന്നാണോ? അതെ, രാജരാജേശ്വരിയുടെ സ്വരം ദൃഢമായി. അത് മാളവിക അർത്ഥോക്തിയിൽ നിർത്തി. മാളവിക, രാജരാജേശ്വരി വിളിച്ചു. എന്താ തമ്പുരാട്ടി? അന്ന് ആരുഷിയുടെ ഭർത്താവ് ജോഷിയും അൽക്കമോളും സഞ്ചരിക്കുന്ന കാർ പാലത്തിൽ നിന്ന് ശാസ്താംകോട്ട കായലിലേക്ക് മറിയുകയായിരുന്നു അല്ലേ? അതെ തമ്പുരാട്ടി. പക്ഷേ ഫയർഫോഴ്സ് വന്ന് കാർ കണ്ടെടുത്തപ്പോൾ അതിൽ ജോഷിയുടെ ബോഡി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അൽക്കമോളുടേത് കിട്ടിയില്ലല്ലോ? ഇല്ല തമ്പുരാട്ടി, ഫയർഫോഴ്സ് കണ്ടെടുത്ത കാറിന്റെ ഒരു ഡോർ തുറന്നാണ് കിടന്നിരുന്നത്. കായലിലേക്കുള്ള വീഴ്ചയ്ക്കിടെ തുറന്നുപോയ വാതിലിലൂടെ അൽക്കമോൾ തെറിച്ചു വെള്ളത്തിൽ വീണിരിക്കാമെന്നാണ് അന്ന് പോലീസ് പറഞ്ഞത്. ശക്തമായ അടിയൊഴുക്കിൽപ്പെട്ട് ആ കുഞ്ഞു ശരീരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അവർ പറഞ്ഞത്. തെറ്റാവാനിടയില്ലല്ലോ തമ്പുരാട്ടി. അല്ലെങ്കിൽ ഫയർഫോഴ്സ് കായൽ മുഴുവൻ തപ്പിയിട്ടും ജഡം കിട്ടാതെ വരുമോ? കായലിൽ വീണിട്ടും മരിച്ചില്ലെങ്കിലോ? അൽക്ക രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ? കായലിൽ തപ്പിയാൽ ജഡം കിട്ടുമോ? അങ്ങനെയുണ്ടാകാമല്ലോ, രാജരാജേശ്വരി പറഞ്ഞു. തമ്പുരാട്ടി പറയുന്നത് അൽക്ക മരിച്ചിട്ടില്ലെന്ന്, ജീവനോടെ ഉണ്ടെന്ന്. ലാപ്ടോപ്പിലെ പത്രക്കട്ടിങ്ങിലേക്ക് തമ്പുരാട്ടി വീണ്ടും നോക്കി. ഇതാ കണ്ടില്ലേ, അവൾ ജീവനോടെ ഇരിക്കുന്നത്. പക്ഷെ തമ്പുരാട്ടി, ആ ഫോട്ടോയുടെ അടിക്കുറിപ്പിൽ പറയുന്നത് ആ മരിച്ചു കിടക്കുന്ന ആളുടെ മകളാണെന്നല്ലേ? അടിക്കുറിപ്പിൽ എന്തു പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. മാളവികയെ, എന്റെ ആരുഷി നൊന്തു പ്രസവിച്ച കുഞ്ഞു തന്നെയായത്, സംശയമില്ല. ആ തിരിച്ചറിവ് തമ്പുരാനും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഫോട്ടോ തിടുക്കത്തിൽ എനിക്ക് മെസ്സേജ് ചെയ്തത്. തമ്പുരാൻ ഈ ഫോട്ടോ എവിടെ നിന്നാണ് കിട്ടിയത്? ആദ്യം തമ്പുരാട്ടി അതൊന്ന് ചോദിക്ക്, മാളവിക നിർദ്ദേശിച്ചു. രാജരാജേശ്വരി ലാപ്ടോപ്പ് മാറ്റിവെച്ചിട്ട് വീണ്ടും മൊബൈലെടുത്ത് ഗിരിധരവർമ്മ തമ്പുരാനെ വിളിച്ചു. എന്താ രാജേശ്വരി ഇത്? ലാപ്ടോപ്പിൽ ആ മെസ്സേജ് ഒന്ന് നോക്കാൻ ഇത്രയും താമസമോ? അക്ഷമയുണ്ടായിരുന്നു തമ്പുരാന്റെ സ്വരത്തിൽ. ഞാനത് കാണുകയായിരുന്നു ഗിരിയേട്ടാ. കണ്ടിട്ട് നിനക്കെന്തു തോന്നി? അത് അൽക്ക തന്നെയാണ്, സംശയമില്ല. എനിക്കും അങ്ങനെ തന്നെ തോന്നി. അതുകൊണ്ടാ ഞാനത് ഉടനെ അയച്ചത്. ഗിരിയേട്ടന് ഇത് എവിടെ നിന്ന് കിട്ടി? ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയും ന്യൂസുമാത്. എന്നിട്ട് ഈ വാർത്തയും ഫോട്ടോയും ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കോട്ടയത്ത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലല്ലേ രാജേശ്വരി. ഇത് ഇവിടുത്തെ പ്രാദേശിക ന്യൂസാണ്, അതുകൊണ്ട് അവിടെ വന്ന പത്രത്തിൽ ഇല്ലാത്തത്. ആ ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഞാൻ നടത്തി രാജേശ്വരി. അതിൽ പറയുന്ന രമണൻ ഒരു ബസ് ഡ്രൈവറാണ്. അയാൾ ഇന്നലെ സൂയിസൈഡ് ചെയ്തു. അയാളുടെ മക്കളും അമ്മയും ആ ഫോട്ടോയിലുള്ളത്. അൽക്കമോളും അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ പെടുമോ? അത്
എന്താ ഗിരിയേട്ടാ, ഞാനൊന്ന് അന്വേഷിച്ചിരുന്നു. ആ ഡ്രൈവറുടെ മൂത്ത മകളാണ് അൽഖയുടെ ചായയുള്ള കുട്ടിയെന്നാണ് അറിഞ്ഞത്. അവളുടെ പേര് അധീന എന്നാണ്. അധീന? അവരപ്പോൾ നമ്മുടെ കുട്ടിയുടെ പേരും മാറ്റിയിട്ടോ? അവൾ നമ്മുടെ കുട്ടിയാണെന്നതിന് തെളിവില്ല രാജേശ്വരി. ഇതിലധികം എന്ത് തെളിവാണ് ഗിരിയേട്ടാ വേണ്ടത്? ഒറ്റ നോട്ടത്തിൽ ഗിരിയേട്ടനും ഞാനും ഈ ഫോട്ടോയിലൂടെ അവളെ തിരിച്ചറിഞ്ഞില്ലേ, അതുപോരെ? പക്ഷേ ഒരു പക്ഷേയുമില്ല. ഗിരിയേട്ടൻ നേരെ ആ വീട്ടിൽ ചെല്ലണം. ആ ഡ്രൈവറല്ലേ മരണപ്പെട്ടുള്ളൂ, അയാളുടെ ഭാര്യ അവിടെ ഉണ്ടല്ലോ. ഗിരിയേട്ടൻ ആ സ്ത്രീയോട് ചോദിക്ക് എവിടെ നിന്നാണ് അവൾക്ക് മോളെ കിട്ടിയതെന്ന്. അപ്പോഴറിയാം സത്യം. രാജരാജേശ്വരി അല്പം കടുപ്പിച്ചു പറഞ്ഞു. ആ കുട്ടികൾക്ക് അമ്മയുമില്ല രാജേശ്വരി. 2-3 മാസം മുമ്പ് ആ സ്ത്രീ മരിച്ചത്. ഫലത്തിൽ ആ കുട്ടികൾ ഇപ്പോൾ അനാഥരാണ്. എങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായി, രാജരാജേശ്വരി ഉത്സാഹത്തോടെ പറഞ്ഞു. നമുക്ക് ചെന്ന് നമ്മുടെ മോളെ ഇങ്ങ് കൊണ്ടുവരാം. മറുതലയ്ക്കൽ നിശബ്ദത. ഗിരിയേട്ടൻ എന്താ മിണ്ടാത്തെ? നമ്മുടെ അൽക്കമോൾ ജീവനോടെയുണ്ടെന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല രാജേശ്വരി. ഏ? ഡ്രൈവറുടെ മകൾ അധീന നമ്മുടെ അൽക്കയാണെന്ന് ഉറപ്പുമില്ല. ഗിരിയേട്ടാ, എന്നുവെച്ചാൽ? രാജരാജേശ്വരിയുടെ സ്വരം ചിലമ്പിച്ചു. നീ വിഷമിക്കല്ല രാജേശ്വരി. നിനക്ക് ഞാൻ ആ മെസ്സേജ് ചെയ്തത് വൃതാവിലല്ല. ഗിരിധരവർമ്മ മെല്ലെ പറഞ്ഞു. എന്നുവെച്ചാൽ? 2 കാരണമുണ്ട്. 1, നമ്മുടെ അൽക്കയുമായി ആ കുട്ടിക്കുള്ള രൂപസാദൃശ്യം. 2, ആ കുട്ടിയുടെ അനാഥത്വം. എന്താ ഗിരിയേട്ടൻ ഉദ്ദേശിക്കുന്നത്? എന്റെ ഉദ്ദേശം വെളിപ്പെടുത്താ രാജേശ്വരി. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്താണ്? ഞാൻ അയച്ചു തന്ന ഫോട്ടോ നമ്മുടെ മോൾ ആരുഷിയെ കാണിക്കണം. അത് കാണുമ്പോഴുള്ള അവളുടെ റിയാക്ഷൻ എനിക്കറിയണം. അത്? രാജരാജേശ്വരി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു. ഞാനിത് നമ്മുടെ മോളെ കാണിക്കാം. എങ്കിൽ അങ്ങനെ ചെയ്യ് രാജേശ്വരി. എന്നിട്ട് എന്നെ വിളിക്ക്. ശരി. രാജരാജേശ്വരി മൊബൈൽ ഓഫ് ചെയ്തിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി. ലാപ്ടോപ്പ് തുറന്ന് ആ ഫോട്ടോ എടുത്ത് അധീനയുടെ ഭാഗം മാത്രം സെലക്ട് ചെയ്ത് പ്രിന്റ് എടുത്തു. മാളവിക, നമുക്ക് കിങ്സ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഇപ്പോൾ തന്നെ, അവർ പറഞ്ഞു. പോകാൻ തമ്പുരാട്ടി. മാളവിക സമ്മതിച്ചു. മാളവിക തന്നെ ഷെഡിനുള്ളിൽ നിന്നും വെള്ള ബെൻസ് കാർ ഇറക്കി. ആ ഫോട്ടോ പ്രിന്റും ലാപ്ടോപ്പുമായി രാജരാജേശ്വരി തമ്പുരാട്ടിയും കാറിലേക്ക് കയറി. കാർ കൊട്ടാരവളപ്പിൽ നിന്നും ഗോപുരം കടന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. 10 മിനിറ്റിനുള്ളിൽ അത് കിങ്സ് ഹോസ്പിറ്റലിന്റെ വളപ്പിലെത്തി. കാർ പാർക്ക് ചെയ്തിട്ട് ഇരുവരും ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് നീങ്ങി. ഡോക്ടർ ലിസി പോൾ, സൈക്യാട്രിസ്റ്റ് എന്നെഴുതിയ വാതിലിന് മുമ്പിൽ രാജരാജേശ്വരി തമ്പുരാട്ടിയും മാളവികയും ഒരു നിമിഷം നിന്നു. മാളവിക കൈ നീട്ടി ഡോർ അകത്തേക്ക് തള്ളി. അകത്ത് ഡോക്ടർ ലിസി പോൾ ഉണ്ടായിരുന്നു. തമ്പുരാട്ടിയോ? അമ്പരപ്പ് നിറഞ്ഞ ഭവ്യതയോടെ ഡോക്ടർ ലിസി പോൾ എഴുന്നേറ്റു. ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? 45-നടുത്ത് പ്രായമുണ്ട് ഡോക്ടർ ലിസി പോളിന്. ലണ്ടനിൽ നിന്നാണ് സൈക്യാട്രിയിൽ ബിരുദമെടുത്തത്. അവിടെ തന്നെ 10 വർഷത്തെ എക്സ്പീരിയൻസുമുണ്ട്. പ്രൗഢഭംഗിയാർന്ന മുഖമാണവർക്ക്. ഇരിക്കൂ തമ്പുരാട്ടി. മാളവികയും ഇരിക്കൂ. ഡോക്ടറുടെ സീറ്റിന് മുമ്പിലായി കിടന്ന കസേരകളിലേക്ക് ഇരുവരും ഇരുന്നു. രണ്ടാളുടെയും മുഖം കണ്ടിട്ട് ഗൗരവമുള്ള എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉവ്വ് ഡോക്ടർ, മാളവിക അറിയിച്ചു. എന്താണ് തമ്പുരാട്ടി പ്രോബ്ലം? പറയൂ. ഡോക്ടർ തമ്പുരാട്ടിയുടെ മുഖത്തേക്ക് ചെറിയ പുഞ്ചിരിയോടെ നോക്കി. രാജരാജേശ്വരി തമ്പുരാട്ടി തന്റെ കയ്യിലിരുന്ന പ്രിന്റ് ഡോക്ടറുടെ ടേബിളിലേക്ക് വെച്ചു. ഇത് ഏതാണ് ഈ കുട്ടി? ഡോക്ടർ പ്രിന്റൗട്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതെന്റെ ആരുഷ്യമോളുടെ ഒരേയൊരു കുഞ്ഞ്. അൽക്കമോളാണെന്ന് ഞാൻ പറയും. പക്ഷേ ഇവളൊരു ഡ്രൈവറുടെ മകളാണെന്നും പേര് അധീന എന്നാണെന്നും കേൾക്കുന്നു. എന്നുവെച്ചാൽ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ തമ്പുരാട്ടി. ഭർത്താവിനെയും ഏകമകളെയും ഒരുമിച്ച് ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതാണെന്റെ ആരുഷിക്ക്. കായലിൽ നിന്നും കണ്ടെടുത്ത ഭർത്താവിന്റെ ചീർത്ത മൃതശരീരത്തിലേക്ക് അലമുറയിട്ട് വീണും മകളുടെ കണ്ടുകിട്ടാത്ത ശവശരീരത്തിനായി തിരഞ്ഞും സമനില തെറ്റിയതാണവൾക്ക്. എനിക്കറിയാമല്ലോ തമ്പുരാട്ടി ആ കഥകൾ. കഴിഞ്ഞ 10 വർഷമായി ആരുഷി തമ്പുരാട്ടി എന്റെ പേഷ്യന്റ് അല്ലേ? ഡോക്ടർ ലിസി പോൾ അനുതാപത്തോടെ പറഞ്ഞു. ഡോക്ടറുടെ മുഴുവൻ കഴിവും എന്റെ മോൾക്ക് വേണ്ടി പരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ വിധി, എന്റെ കുഞ്ഞിന് ഒരു മാറ്റവും കാണുന്നില്ല. എന്നെയോ അവളുടെ അച്ഛൻ തമ്പുരാനെയോ അവൾ തിരിച്ചറിയുന്നുമില്ല. ഒരേ ഇരിപ്പ്, ഒരേ നോട്ടം, ഒരേ ഭാവം, കല്ലുപോലെ. രാജരാജേശ്വരി തമ്പുരാട്ടിയുടെ സ്വരം താണു. പ്രതീക്ഷ കൈവിടല്ലേ തമ്പുരാട്ടി, ഡോക്ടർ പറഞ്ഞു. പ്രതീക്ഷിക്കുന്നു ഡോക്ടർ, ഞങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ ഞങ്ങളെ വിട്ടുപോയതാണവൾ. ഞങ്ങളവളെ
ഞങ്ങൾക്ക് അവളെ പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ്. ഒടുവിൽ ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഞങ്ങൾക്ക് അവളെ തിരിച്ചു കിട്ടി. ഈ അവസ്ഥയിൽ രാജരാജേശ്വരി തമ്പുരാട്ടി തുളുമ്പിയ മിഴികൾ മെല്ലെ തുടച്ചു. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൊട്ടാരത്തിലേക്കുള്ള അവളുടെ തിരിച്ചുവരവ്, അതും പൂർണ്ണബോധത്തോടെ. ചെമ്പൂർ കോവിലകത്ത് ഗിരിയേട്ടന് ശേഷമുള്ള സ്ഥാനപതിയാണവൾ. പഴയ കാലത്തായിരുന്നെങ്കിൽ ചെമ്പൂരിന്റെ യുവറാണി. അവളെ സ്വബോധത്തോടെ